ഹായ് എവരിവൺ. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓളപ്പരപ്പിൽ വിവാഹ വാർഷികം ആഘോഷമാക്കിയ അമല പോൾ. വീഡിയോ വൈറൽ. വേമ്പനാട്ട് കായലിൽ വിവാഹ വാർഷികം ആഘോഷമാക്കിയ അമല പോൾ. നിങ്ങൾ കണ്ടിരിക്കുമല്ലോ, നമ്മുടെ വിവാഹ വാർഷികമായിരുന്നു അമല പോളിന്റെ. ആലപ്പുഴ വേമ്പനാട്ട് കായലിലായിരുന്നു പുള്ളിക്കാരി. ഹസ്ബൻഡ് ജഗത് ദേശായിയും കൂടെ ഉണ്ടായിരുന്നു. കായലിന് നടുവിൽ പ്രത്യേകം ഒരുക്കിയ വേദിയിലായിരുന്നു വിവാഹ വാർഷികാഘോഷം. റൊമാന്റിക് തീമിൽ ഒരുക്കിയ വേദിയിൽ ഇരുവരും ഒന്നിച്ച് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന വീഡിയോ അമല പോൾ ഇന്നലെയാണ് ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ചത്. വീഡിയോയ്ക്കൊപ്പം ഹൃദ്യമായ ഒരു കുറിപ്പും അമല പോൾ പങ്കുവച്ചു. വീഡിയോ സൈബർ ഇടത്ത് ശ്രദ്ധ നേടുകയാണ്. കുമരകത്ത് വേമ്പനാട്ട് കായലിന്റെ മനോഹാരിതയിലാണ് വിവാഹ വാർഷികത്തിനുള്ള ഒരുക്കങ്ങൾ അമലയ്ക്കായി ഭർത്താവ് ജഗത് ഒരുക്കിയത്. കുഞ്ഞുമൊത്ത് ഹൗസ് ബോട്ടിൽ കായൽ ഭംഗി ആസ്വദിക്കുന്ന ദമ്പതികളെ കാണിച്ചുകൊണ്ടാണ് വിവാഹ വാർഷിക വീഡിയോ ആരംഭിക്കുന്നത്. ശേഷം അമലയും ജഗതും സ്പീഡ് ബോട്ടിൽ കായലിൽ ഒരുക്കിയിരിക്കുന്ന വേദിയിലേക്ക് പോകുന്നതും ഈ വീഡിയോയിൽ കാണാം. ശേഷം ഇരുവരും ഒന്നിച്ചുള്ള മനോഹര നിമിഷങ്ങളാണ് വീഡിയോയിലുള്ളത്. അമല പോൾ പറഞ്ഞത് കേട്ടില്ലേ? എന്നെ എന്നും എപ്പോഴും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താവിന് വിവാഹ വാർഷികാശംസകൾ. അതുകൂടാതെ എപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന താങ്കളെ ലഭിച്ചതിൽ ഞാൻ എത്ര ഭാഗ്യവതിയാണെന്ന് കുമരകത്തെ ഈ സർപ്രൈസ് സമ്മാനം എന്നെ ഓർമ്മപ്പെടുത്തുന്നു. എന്നെ ആദ്യമായി പ്രപ്പോസ് ചെയ്ത ദിവസം മുതൽ നീ എനിക്ക് തരുന്ന ഓരോ മധുരകരമായ സർപ്രൈസും നമ്മുടെ ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ നീ എടുക്കുന്ന പരിശ്രമങ്ങൾക്കുള്ള തെളിവാണ്. സാഹസികതയുടെയും സ്നേഹത്തിന്റെയും പുഞ്ചിരിയുടെയും ഒരു ജീവിതകാലം നമുക്ക് ലഭിക്കട്ടെ. ഒപ്പം എന്റെ എല്ലാ കാമുകന്മാരും യഥാർത്ഥ പ്രണയം എന്തെന്ന് കാണുക എന്നാണ് അമല പോൾ പറയുന്നത്. 2023 നവംബറിലായിരുന്നു അമല പോൾ ജഗത് വിവാഹം. ഇരുവർക്കും അടുത്തിടെയാണ് ആൺകുട്ടി ജനിച്ചത്. ഇലൈ എന്നാണ് കുഞ്ഞിന്റെ പേര്. കുഞ്ഞുമായിട്ടുള്ള മനോഹരമായ നിമിഷങ്ങളാണ് അമല പോൾ ആരാധകരുമായി പങ്കുവെക്കുന്നത്. ആസിഫ് അലിക്കൊപ്പം അമല അഭിനയിച്ച അവസാനത്തെ ഫിലിമാണ് ലെവൽ ക്രോസ്. അപ്പോ നിങ്ങൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ അമല പോൾ ഒരു ഉദ്ഘാടനത്തിന്, ഒരു കോളേജിൽ എന്തോ ഉദ്ഘാടനത്തിന് വേണ്ടി പോയി. അപ്പൊ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ ഭയങ്കര ഒരു വൾഗറായിട്ടുള്ള ഡ്രസ്സായിരുന്നു. അപ്പം എക്സ്പോസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഡ്രസ്സായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായ, അതിനെക്കുറിച്ച് ഭയങ്കര വിവാദങ്ങളായ ഒരുപാട് വീഡിയോസ് ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്തല്ലാതെ കുറെ യൂട്യൂബർമാര് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അമല പോൾ പിന്നെ ഉദ്ഘാടനത്തിനൊക്കെ വന്നപ്പോഴത്തേക്കും ഫുൾ സ്ലീവിന്റെ പിന്നെ ഡ്രസ്സിങ്ങും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ നമ്മുടെ ഈ ഒരു ഇവര് ട്രിപ്പൊക്കെ പോകുന്ന തായ്ലാൻഡിൽ അവിടെയൊക്കെ കുറെ ട്രിപ്പൊക്കെ പോയപ്പോഴും ഒരുമാതിരി വൾഗറായിട്ടുള്ള ഡ്രസ്സായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഈ വിവാഹ വാർഷിക ആഘോഷത്തിന്റെ ഇടയ്ക്ക് ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഡ്രസ്സ്. അപ്പൊ അതിലെനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെടില്ല. കാര്യം വസ്ത്ര സ്വാതന്ത്ര്യം അതുണ്ട് എല്ലാവർക്കും. അത് നമുക്ക് അതിനകത്തൊന്നും പറയാൻ പറ്റുന്നില്ല. ഓരോരുത്തരുടെ ഇഷ്ടമാണ് എങ്ങനത്തെ ഡ്രസ്സ് ഇടണം, ഏത് ഡ്രസ്സ് ഇടണമെന്നൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. പിന്നെ കാര്യം ഒരുപാട് ആൾക്കാർ കാണുന്നത്, പ്രത്യേകിച്ചും മലയാളികളുടെ ഒരു ഇതാകുമ്പോഴത്തേക്ക് എല്ലാവരും കാണുന്നതാണ്. അപ്പൊ എനിക്കിത് വളരെ അരോചകമായി തോന്നി. അപ്പം ഒരു ഇച്ചിരി കൂടി നല്ല തനി നാടൻ വേഷത്തിലൊക്കെ വന്ന വേറൊരു രീതിയിൽ നല്ല രീതിയിലൊക്കെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഗംഭീരമായേനെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയല്ല. എല്ലാവരും വസ്ത്ര സ്വാതന്ത്ര്യം, ഞാൻ വീണ്ടും എടുത്തു പറയാണ്, വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ട ഒന്നാണ്. എല്ലാവരുടെയും ഇഷ്ടമാണ് ഏത് ഡ്രസ്സ് ഇടണമെന്ന്. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ ആ ഒരു ഇപ്പൊ ഇതിന്റെ ഇടയിൽ വന്നിട്ട് ചിലര് പറയും അവർക്ക് എന്തെങ്കിലും ഡ്രസ്സ് ഇടട്ടെ, അതിന് നിനക്ക് എന്താണ്, നിനക്ക് വേറെ പണിയില്ലേ, അങ്ങനെ ഇങ്ങനെ നിനക്ക് നീ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നീ അങ്ങനത്തെ വേണമെങ്കിൽ ഡ്രസ്സ് ഇടുന്നൊക്കെ ഓരോരുത്തർ വന്ന് പറയും. അതെനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ എന്റെ പേഴ്സണൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. നമുക്ക് എന്തെങ്കിലും പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഡ്രസ്സ് ഇടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം അതിനാണല്ലോ. അപ്പൊ ഞാൻ എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് കാണുമ്പോൾ എന്തോ ഒരു ഇതുപോലെ തോന്നി, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.